വെൽക്കം ഫ്രണ്ട്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പൊള്ളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചറെ കുറിച്ചാണ്. അതിനോടനുബന്ധിച്ച് വയബിലിറ്റി ഓഫ് എ പൊള്ളൻ എന്ന് പറയുന്ന ഭാഗം ഡിസ്കസ് ചെയ്തിട്ടാണ് ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. ആ വയബിലിറ്റി ഓഫ് പൊള്ളൻ്റെ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു പൊള്ളൻ ഗ്രെയിൻ പൊള്ളൻ ട്യൂബ് ഫോം ചെയ്യാൻ കഴിവുള്ള ആ കഴിയുന്ന ആ കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് പൊള്ളൻ വയബിലിറ്റി അഥവാ വയബിലിറ്റി ഓഫ് എ പൊള്ളൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഷാൽ വി ക്യാൻ ഇൻക്രീസ് ദ വയബിലിറ്റി ഓഫ് പൊള്ളൻ ഗ്രെയിൻ? ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ കൊടുക്കുന്ന ആൻസർ ഇങ്ങനെയാണ്: യെസ് എന്ന ആൻസറാണ്. കാരണം നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ബാങ്കുകൾ, നമ്മളറിയാം, നമ്മുടെ ചുറ്റുപാടും കുറേ ബാങ്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ബാങ്കുകളിലൊക്കെ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ ബാങ്ക് എന്ന് വിളിക്കുന്നത്. അതുപോലെ നമ്മൾ ചില സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട് സീഡ് ബാങ്കുകളുണ്ട്, വിത്തുകൾ സംഭരിച്ച് വെക്കുന്ന സ്ഥലങ്ങൾ. അവിടെ വിത്തുകൾ ആവശ്യാനുസരണം അഗ്രികൾച്ചർ ഫാർമേഴ്സിന് കൊടുക്കാൻ വേണ്ടി വിത്ത് സംഭരണ കേന്ദ്രങ്ങളുണ്ട്. അതിനെ നമ്മൾ സീഡ് ബാങ്കുകൾ എന്നാണ് പറയുക. ചില സമയങ്ങളിലൊക്കെ ലോങ് ലൈഫിലേക്ക് കൺസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി സീഡ് കൺസർവ് ചെയ്ത് ആ സീഡിൻ്റെ ബേസിക് ക്വാളിറ്റി നഷ്ടപ്പെടാതെ കൺസർവ് ചെയ്ത് വെക്കുന്ന ആ ഒരു പറയുന്ന ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സീഡ് ബാങ്ക് എന്ന പേരിലാണ് അറിയപ്പെടുക. അതുപോലെ നമുക്ക് ഈ പൊള്ളൻ വയബിലിറ്റി നഷ്ടപ്പെടാതെ, അതിൻ്റെ ജെർമിനേഷൻ ക്യാപ്പബിലിറ്റി നഷ്ടപ്പെടാതെ നമ്മൾ പൊള്ളൻ ഗ്രെയിൻസിന് നമ്മൾ കൺസർവ് വയ്ക്കുന്ന അല്ലെങ്കിൽ സംഭരിച്ച് വയ്ക്കുന്ന സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് പൊള്ളൻ ബാങ്ക് എന്ന പേരിലാണ് അറിയപ്പെടുക. പൊള്ളൻ ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടും. ഈ പൊള്ളൻ ബാങ്കിൽ പൊള്ളൻ ഗ്രെയിൻസ് വയബിലിറ്റി നഷ്ടപ്പെടാതെ കൺസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ പോയിന്റ് അതിൽ ഇങ്ങനെയാണ്. ഒന്നാമത്തെ പോയിന്റ് അവിടെ ലിക്വിഡ് നൈട്രജൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, ലിക്വിഡ് നൈട്രജൻ ഉപയോഗിക്കുന്നു. അതുകൂടാതെ ഈ ലിക്വിഡ് നൈട്രജന് നമ്മൾ -196 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഫ്രീസ് ചെയ്യിപ്പിക്കുന്നു. അത്രയും ടെമ്പറേച്ചർ താത്തി ലിക്വിഡ് നൈട്രജൻ ഫ്രീസ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഫ്രീസ് ചെയ്ത ലിക്വിഡ് നൈട്രജനിലേക്ക് ഒരു ട്യൂബിലാക്കിയ പൊള്ളൻ ഗ്രെയിൻസ് ഇറക്കി വെക്കുന്നു. വി ഷുഡ് മെയിൻറ്റെയിൻ കണ്ടിന്യൂസ് temperature. That means temperature is below -196 degree centigrade. It's a must. ആ -196 ഡിഗ്രി സെൻറ്റിഗ്രേഡിലെ ലിക്വിഡ് നൈട്രജനാണ് നമ്മൾ സംഭരിക്കാൻ പോകുന്നത്. പൊള്ളൻ ഗ്രെയിൻ്റെ വയബിലിറ്റി നഷ്ടപ്പെടാതെ കൺസർവ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ കൺസർവ് ചെയ്യുന്ന സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് പൊള്ളൻ ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുക. അങ്ങനെ കൺസർവ് ചെയ്താൽ എത്ര നാൾ വരെയും അതിൻ്റെ വയബിലിറ്റി കൂട്ടാൻ പറ്റും. ഇതാണ് പൊള്ളൻ ഗ്രെയിൻസായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ പൊള്ളൻ ഗ്രെയിൻസ് എന്ന് പറയുന്ന മെയിൽ സെക്സ് ഓർഗൻ മെയിൽ ഗാമിറ്റായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഫീമെയിൽ സെക്സ് ഓർഗനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫീമെയിൽ സെക്സ് ഓർഗനെ പടം വരയ്ക്കുമ്പോൾ ഒപ്പം തന്നെ പടം വരച്ചെടുക്കുക. പിസ്റ്റിൽ എന്ന പേരിലാണ് ഫീമെയിൽ സെക്സ് ഓർഗൻ അറിയപ്പെടുക. പിസ്റ്റിൽ, സിംഗിൾ ഫീമെയിൽ സെക്സ് ഓർഗൻ വിളിക്കുന്നതാണ് പിസ്റ്റിൽ. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അതുപോലെ തന്നെ മെഗാസ്പൊറാഞ്ചിയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. മെഗാസ്പൊറാഞ്ചിയം എന്ന് പറയുന്ന സ്ട്രക്ചർ നമ്മൾ പഠിക്കും, മെഗാസ്പൊറാഞ്ചിയം. അതുകൂടാതെ നമ്മൾ എംബ്രിയോ സാക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, എംബ്രിയോ സാക്ക്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫീമെയിൽ സെക്സ് ഓർഗനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പിസ്റ്റിലിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ആദ്യം തന്നെ വരയ്ക്കുന്നത്. പിസ്റ്റിലിൻ്റെ സ്ട്രക്ചർ ഒപ്പം നിങ്ങൾ വരച്ചെടുക്കുക. എന്നാൽ നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് അത് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. പിസ്റ്റിൽ പ്രത്യേകമൊന്നുമില്ല, നമ്മൾ ഹിബിസ്കസിൻ്റെ പിസ്റ്റിലിൻ്റെ സ്ട്രക്ചറാണ് വരയ്ക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ വരച്ചെടുക്കുക. ഹിബിസ്കസിൻ്റെ പിസ്റ്റിലിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് സ്റ്റിഗ്മ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇതാണ് സ്റ്റൈൽ എന്ന് പറയുന്ന ഭാഗം. ഇതാണ് അടിയിലെ സോളൻ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഓവറി എന്ന പേരിലാണ് അറിയപ്പെടുക. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട സ്ട്രക്ചർ. ഞാൻ ലേബൽ ചെയ്ത് കാണിച്ചു തരാം. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റിഗ്മ. സ്റ്റിഗ്മ ഈസ് ദ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ ദ പൊള്ളൻ ഗ്രെയിൻ. ഇവിടെയാണ് വന്ന് വീഴുക, അവിടെ വെച്ചാണ് അത് ജെർമിനേറ്റ് ചെയ്യുക. ആ സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് സ്റ്റിഗ്മ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇൻ ബിറ്റ്വീൻ സ്റ്റിഗ്മ ആൻഡ് ദ ബൾജ്ഡ് ഓവറി ദർ ഇസ് അനദർ സ്ലെൻഡർ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ. ഇറ്റ്സ് നെയിം ഈസ് കോൾഡ് സ്റ്റൈൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ദെൻ ഏറ്റവും ബോട്ടം റീജിയനിൽ കാണുന്ന ബൾജ്ഡ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഓവറി എന്നാണ് വിളിക്കുക, ഓവറി.
അതായത് ഫീമെയിൽ സെക്സ് ഓർഗനായ പിസ്റ്റിലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ ബൾജറായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരാണ് ഓവറി എന്ന പേരിലാണ് അത് അറിയപ്പെടുക. ഇങ്ങനെ 3 ഭാഗങ്ങളാണ് ഒരു പിസ്റ്റിലുള്ളത്. ഇനി പിസ്റ്റിൽ എന്ന് പറയുന്ന ഈ പറയുന്ന ഹിബിസ്കസിൻ്റെ പിസ്റ്റിലാണ് ഞാൻ ഈ ഭാഗം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ ഈ പറയുന്ന ഇതാണ് പിസ്റ്റിൽ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇതാണ് ഹിബിസ്കസിൻ്റെ പിസ്റ്റിൽ എന്ന് പറയുന്ന സ്ട്രക്ചർ. ടോപ്പ് മോസ്റ്റിൽ കാണുന്നതാണ് സ്റ്റിഗ്മ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇറ്റ്സ് എ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ pollen grains. Just below the surface there is a tube-like slender tube-like structure is called style. And below the style there is another structure, its name is called bulged part, its name is called ovary. ഈ പടം തന്നെയാണ് ഞാൻ അവിടെ വരച്ചിട്ടുള്ളത്. ഈ സൈഡിൽ കാണുന്നത് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സ്റ്റൈമിനാണ്. സ്റ്റൈമിന് ഞാൻ വരച്ചിട്ടില്ല, അതൊരു മെയിൽ സെക്സ് ഓർഗൻ കൊണ്ട് ആയതുകൊണ്ട് വരച്ചിട്ടില്ല. മെയിൽ സെക്സ് ഓർഗൻ സാധാരണ കാണാൻ ഇതുമില്ല, പക്ഷേ വേളായിട്ടാണ് കാണുക. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഹിബിസ്കസ് സ്റ്റൈമിലാണ് ഈ പറഞ്ഞ സ്റ്റൈമൻസ് കാണുന്നത്. അപ്പം ഇങ്ങനെ സിംഗിളായിട്ട് ഒറ്റ എന്താ പറയുക പിസ്റ്റിൽ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ, അല്ലെ? ഒറ്റ പിസ്റ്റിൽ മാത്രമേ ഉള്ളൂ. ആ ഹിബിസ്കസിൻ്റെ പ്രത്യേകതയാണ് ഒറ്റ പിസ്റ്റിൽ മാത്രം കാണുന്നത്. സച്ച് കണ്ടീഷൻ ഈസ് കോൾഡ് മോണോകാർപ്പിലറി കണ്ടീഷൻ. ഒരു കാർപ്പൽ മാത്രം കാണുന്നതുകൊണ്ട് ആ കണ്ടീഷൻ വിളിക്കുന്ന പേരാണ് മോണോകാർപ്പിലറി കണ്ടീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. മോണോകാർപ്പിലറി കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ കാർപ്പിലറി അല്ലാത്ത എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ? അതാണ് നമ്മൾ അടുത്തത് പരിശോധിക്കാൻ പോകുന്നത്. സീരീസ് വലിയ പടം വരയ്ക്കുകയാണ്. ഒപ്പം വരച്ചെടുക്കുക, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഒപ്പം വരച്ചെടുക്കുക. ഓക്കെ, ഇതാണ് ഒരു പ്രത്യേക തരത്തിലുള്ള കാർപ്പൽ. ഇനി അടുത്തൊരു ടൈപ്പ് കാർപ്പലാണ് അടുത്ത് വരയ്ക്കാൻ പോകുന്നത്. അടുത്തത് ശ്രദ്ധിച്ചൊപ്പം വരയ്ക്കുക. കാർപ്പലാണ് അടുത്ത് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് മറ്റൊരു ടൈപ്പ് കാർപ്പൽ. ഇനി ഈ കാർപ്പലിൻ്റെ പ്രത്യേകതയാണ് അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. ഞാൻ അടുത്ത് പറഞ്ഞു, ഇതിനെ വിളിക്കുന്നത് മോണോകാർപ്പലറി കണ്ടീഷൻ. ഇഫ് എ പ്ലാന്റ് ഹാസ് one pistil, that if one pistil is present only in a single plant, that is called monocarpellary condition. If more than 2 carpels are present, അങ്ങനെയുള്ള പ്ലാന്റ്സിനെ വിളിക്കുന്നതാണ് multicarpellary condition. multicarpellary condition എന്ന പേരിൽ അറിയപ്പെടുന്നു. If these multicarpellary pistils are present, that pistils are fused. In one case, one plant it is fused, another case it is free. അപ്പോൾ ചില പ്ലാന്റ്സിൽ കാർപ്പൽസ് രണ്ടിലധികം കാർപ്പൽസ് കാണാം. ആ കാർപ്പൽസ് എല്ലാം ഫ്യൂസ്ഡ് ആണെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് കാർപ്പൽസ് ആർ കോൾഡ് സിൻ മീൻസ് ഫ്യൂസ്. സിൻ കാർപ്പസ് കണ്ടീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. സിൻ കാർപ്പസ് കണ്ടീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, ഫ്യൂസ്ഡ് അല്ലാത്ത, ഫ്രീ ആയിട്ടുള്ള നമുക്കിത് ഓരോ കാർപ്പൽസും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഓരോ പിസ്റ്റിലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് സ്റ്റിഗ്മ അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് ഫ്രീ ആണെന്നർത്ഥം. ഫ്രീ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വേർഡ് ഇതാണ് അപ്പോകാർപ്പസ് കണ്ടീഷൻ. അപ്പോകാർപ്പസ് കണ്ടീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. These are the different types of arrangements of pistils in different plants. One is called monocarpellary condition, another is called multicarpellary condition. Under multicarpellary condition there are 2 types. One is fused, it is called syncarpous condition. One is unfused or free, it is called apocarpous condition. Okay, സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു ഇതിൽ ഒരു പിസ്റ്റിലെടുത്ത് ആ പിസ്റ്റിലെ ഓരോ ഭാഗങ്ങളെടുത്ത് പരിശോധിക്കാൻ പോവുകയാണ്. നമ്മൾ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഓവറിയാണ്. സ്റ്റിഗ്മയോ സ്റ്റൈലല്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഓവറിയാണ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് ഓവറി ഇമ്പോർട്ടൻ്റ് ആയത്? അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഓവറി, ഈ ബേസൽ ബൾജർ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഓവറി. ആ ഓവറി 2 ലെയർ ഉണ്ട്, ഇന്നർ ലെയർ ഉണ്ട്, ഔട്ടർ ലെയർ ഉണ്ട്. ഇതാണ് ഇന്നർ ലെയർ, ഇതാണ് ഔട്ടർ ലെയർ. ഈ ഇന്നർ ലെയറിൽ കാണുന്ന ഈ അറ, ഇതിനുള്ളിൽ കാണുന്ന ഈ അറ നിങ്ങൾ കണ്ടു. ഈ അറേനെ വിളിക്കുന്ന പേരാണ് ലോക്യൂൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ലോക്യൂൾ പറയുന്ന മറ്റൊരു പേരാണ് ഓവേറിയൻ കാവിറ്റി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ഇൻസൈഡ് ആ പറയുന്ന ഈ ലോക്യൂളിൻ്റെ ഉള്ളിൽ, ലോക്യൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന ഇന്നർ വാളിനോട് ചേർന്ന് എന്ത് കാണുന്നുണ്ട്? ഈ പറയുന്ന ഓവ്യൂളുകൾ കാണുന്നുണ്ട്. ഓവ്യൂളുകൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലിയർ കുറവുണ്ട്. അതുകൊണ്ട് ഈ ഓവ്യൂൾ തുടങ്ങിയുള്ള ഈ ഭാഗം നമ്മൾ കുറച്ചൊന്ന് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി, മനസ്സിലാവാൻ വേണ്ടി ഒന്ന് വലുതാക്കി അതിലേക്ക് വരയ്ക്കുകയാണ് കേട്ടോ. നിങ്ങൾ അതേപോലെ വലുതാക്കി വരയ്ക്കുക. പെട്ടെന്ന് പഠിക്കുമ്പോൾ മനസ്സിലാവാൻ എളുപ്പമുണ്ട്. ഓക്കെ, ആ ഭാഗം മാത്രം ഒന്ന് വലുതാക്കി വരയ്ക്കുകയാണ്. ഇതാണ് ഇന്നർ വാള്, ഇതാണ് ഔട്ടർ വാൾ എന്ന് വിചാരിക്കുക. ഈ ഔട്ടർ വാളിൽ ഇങ്ങനെയായിരിക്കും ഓവ്യൂൾസ് അറേഞ്ച് ഉണ്ടാവുക. ഓവ്യൂൾസ് അറേഞ്ച് ചെയ്ത ഉള്ളിൽ ഓവ്യൂൾസ് അറേഞ്ച് ചെയ്ത രീതിയാണ് ഇനി പരിചയപ്പെടുത്തുന്നത്.
ഇതാണ് ഓവ്യൂൾ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇതാണ് ഓവ്യൂൾ എന്ന് പറയുന്ന സ്ട്രക്ചർ. ആ ഓവ്യൂളിൻ്റെ ഈ ഓവറിയുടെ ഇന്നർ വാളിലാണ് ഇത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഈ ഇന്നർ വാളിൻ്റെ ഈ പർട്ടിക്കുലർ സ്പോട്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് പ്ലാസൻറ്റ എന്ന പേരിൽ അറിയപ്പെടും. കഴിഞ്ഞ വർഷം നമ്മൾ ടൈപ്സ് ഓഫ് പ്ലാസൻറ്റേഷൻ പഠിച്ചിട്ടുണ്ട്. അറേഞ്ച്മെൻറ്റ് ഓഫ് ഓവ്യൂൾസ് ഓൺ ദ ഓവറി, വാൾസ് ഓഫ് ദി ഓവറി ഇസ് കോൾഡ് പ്ലാസൻറ്റേഷൻ. ഇതാണ് പ്ലാസൻറ്റേഷൻ. അതായത് ദ ഓവറി വാളിൽ അറ്റാച്ച് ചെയ്ത ഓവ്യൂളിൻ്റെ ആ പർട്ടിക്കുലർ വാളിൻ്റെ സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് പ്ലാസൻറ്റ എന്ന പേരിലാണ് അറിയപ്പെടുക. ഞാൻ പറഞ്ഞു. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം ഓവറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് ഓവ്യൂൾ എന്ന് പറഞ്ഞ ഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓവ്യൂൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓവ്യൂളിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് മെഗാസ്പൊറാഞ്ചിയം എന്ന പേരിലും അറിയപ്പെടുന്നു. ഓവ്യൂൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് മെഗാസ്പൊറാഞ്ചിയം എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുകൊണ്ട് ഈ പറയുന്ന മെഗാസ്പൊറാഞ്ചിയം എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ പടം നമുക്ക് വലുതാക്കി വരയ്ക്കേണ്ടതുണ്ട്. കൂടുതൽ പഠിക്കാൻ വേണ്ടി വലുതാക്കി വരയ്ക്കേണ്ടതുണ്ട്. അതാണ് ഇനി അടുത്ത് പരിശോധിക്കാൻ പോകുന്നത്. നമ്മളെന്താ പരിശോധിക്കാൻ പോകുന്നത്? ഓവ്യൂളിൻ്റെ സ്ട്രക്ചറാണ് ഇനി അടുത്ത് പരിശോധിക്കാൻ പോകുന്നത്. കൃത്യമായി വരച്ചെടുക്കുക, നീറ്റായിട്ട് വരച്ചെടുക്കുക. സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ പടം സ്ഥിരമായി എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായി വരച്ചെടുക്കുക. ടിപ്പിക്കൽ ആയിട്ടുള്ള ഓവ്യൂളിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. മെച്ചർ ഓവ്യൂൾ അഥവാ മെഗാസ്പൊറാഞ്ചിയം എന്ന് പറയുന്ന സ്ട്രക്ചറാണിത്. മെച്ചർ ഓവ്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ്. പരിചയപ്പെട്ടോളൂ. അതായത് മെച്ചർ ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ. ഓക്കെ അല്ലെ? ഏറ്റവും ഉള്ളിൽ നിന്ന് നമുക്കറിയാം ഈ ഭാഗത്തിൻ്റെ ഈ പറയുന്ന അറ്റാച്ച്മെൻറ്റ് ഈ ഭാഗത്തിൽ വിളിക്കുന്ന പ്ലാസൻറ്റ എന്ന് നമ്മൾ പറഞ്ഞു. ആ പ്ലാസൻറ്റയ്ക്ക് താഴെയുള്ള ഭാഗങ്ങളെല്ലാം ചേർന്നാണ് ഓവ്യൂൾ എന്ന് പറയുന്നത്. ഏറ്റവും ഉള്ളിൽ നിന്ന് ആരംഭിക്കാം. ഇതിനെ വിളിക്കുന്ന പേരാണ് എംബ്രിയോ സാക്ക് എന്ന പേരാണ് അറിയപ്പെടുക. എംബ്രിയോ സാക്ക് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റും എന്ന് വിളിക്കാം. അടുത്ത സ്ട്രക്ചർ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിലാണ് എന്താണ്? എഗ്ഗ് ഫോർമേഷൻ നടക്കുക. എഗ്ഗിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന അവിടെ വെച്ചാണ് എഗ്ഗ് എന്താണ് എംബ്രിയോ ആയി മാറുന്നത്. ഈ എംബ്രിയോ ഉള്ളതുകൊണ്ട് കഴിഞ്ഞാൽ എംബ്രിയോ സാക്ക്, എംബ്രിയോ കാണുന്ന അറ എന്ന അർത്ഥത്തിൽ എംബ്രിയോ സാക്ക് എന്ന പേര് അറിയപ്പെടുന്നു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. ഇതിനെ കവർ ചെയ്തുകൊണ്ട് റെഡ് കളർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് ന്യൂസിലസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്തായിരിക്കും ഏറ്റവും അടുത്തെടുക്കുന്ന ഈ ന്യൂസിലസിൻ്റെ ഫംഗ്ഷൻ? എംബ്രിയോ സാക്കിൻ്റെ ഏറ്റവും അടുത്തെടുക്കുന്ന ഈ ന്യൂസിലസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എംബ്രിയോ സാക്കിന് ആവശ്യമുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആര് കൊടുക്കും? ന്യൂസിലസ് പ്രൊവൈഡ് ചെയ്യുന്നു. ജസ്റ്റ് പ്രോക്സിമൽ ടു ദിസ് ന്യൂസിലസ് ദർ ആർ two thick layers are present and these two thick layers are called integument എന്ന പേരിൽ അറിയപ്പെടുന്നു. ഫസ്റ്റ് ഈസ് കോൾഡ് ആദ്യത്തെ ഉള്ളിൽ കാണുന്നത് ഇന്നർ ഇൻറ്റഗുമെൻറ്റ് ആൻഡ് അടുത്ത് കാണുന്നത് ഔട്ടർ ഇൻറ്റഗുമെൻറ്റ്, പുറത്ത് കാണുന്നത് ഔട്ടർ ഇൻറ്റഗുമെൻറ്റ്. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ എംബ്രിയോ സാക്ക് കണ്ടു. എംബ്രിയോ സാക്കിനെ കവർ ചെയ്തുകൊണ്ട് ന്യൂസിലസ് കണ്ടു. ന്യൂസിലസ് എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ഫുഡ് ടു ദി എംബ്രിയോ സാക്ക്. എംബ്രിയോ സാക്കിന് ആവശ്യമായിട്ട് ന്യൂട്രീഷ്യസ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനെ കവർ ചെയ്തുകൊണ്ട് ഈ ന്യൂസിലസ് കഴിഞ്ഞതിന് ശേഷം രണ്ട് തിക്കായിട്ടുള്ള ലെയർ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് കാണുന്നുണ്ട്. ആ സ്ഥലത്തിന് ആ രണ്ട് സ്ട്രക്ചറിനെ ലെയറിനെ വിളിക്കുന്ന പേരാണ് ഇന്നറിലാണ്. ഉള്ളിലാണെങ്കിൽ ഇന്നർ ഇൻറ്റഗുമെൻ്റ് എന്നും ഔട്ടറിലാണെങ്കിൽ അതിന് ഔട്ടർ ഇൻറ്റഗുമെൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ അതുകൂടാതെ ഈ ഇന്നർ ഇൻറ്റഗുമെൻ്റ് ചില ഭാഗങ്ങളിൽ ഓപ്പണായി, അതായത് ചില ഭാഗങ്ങളിൽ ആബ്സെൻ്റ് ആണ് ഇന്നർ ഇൻറ്റഗുമെൻ്റ്. അതിന് പകരം അവിടെ ഒരു ഓപ്പണിംഗ് പോലെ ഇട്ടേക്കാണ്. ഒരു ഓപ്പണിംഗ് പോലെ ഒരു സ്ഥലം കാണാം. ഈ ഓപ്പണിങ്ങിലൂടെയാണ് എന്ത് എൻ്റർ ചെയ്യുന്നത്? പൊള്ളൻ ട്യൂബ് എൻ്റർ ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ആ ഓപ്പണിങ്ങിൽ ഇൻറ്റഗുമെൻ്റ് ആബ്സെൻ്റ് ആണ്. ആ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് ചെറിയ സുഷിരം, സുഷിരം എന്ന് പറഞ്ഞാൽ പൈലാർ മൈക്രോ പൈലാർ റീജിയൻ എന്ന പേരിലാണ് അറിയപ്പെടുക. അത് മൈക്രോ പൈലാർ ഓപ്പണിംഗ് എന്ന പേരിലും അത് അറിയപ്പെടുന്നു. Just opposite to the micropylar region, this region is called chalasal region എന്ന പേരിൽ മറ്റൊന്നറിയപ്പെടുന്നു. chalasal region എന്ന ഐഡന്റിഫിക്കേഷൻ്റെ പേരിന് വേണ്ടി മാത്രം chalasal region എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. These are the main structure of the ovule. Besides this ovule, there are another two structures are present in the tip of this integument, on the edge of this integument. First region is called hilum. Structure is called hilum. So what is meant by hilum? അത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ജസ്റ്റ് above the surface there is a stalk. It is called funicle. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂണിക്കിൾ. ഇത് എന്താണെന്ന് ആദ്യം പരിചയപ്പെടാം. ഇത് ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഓവറി പ്ലാസൻറ്റ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓവറി വാളിൻ്റെ അടുത്ത് കിടക്കുന്ന പ്ലാസൻറ്റ എന്ന സ്ട്രക്ചറിനെയും ദെൻ ഓവ്യൂളിനെയും കണക്ട് ചെയ്യുന്ന സ്റ്റോക്കിനെ വിളിക്കുന്ന പേരാണ്, ഈ റീജിയനിലുള്ള ഈ സ്റ്റോക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. വിച്ച് കണക്ട്സ് ദ
ഓവ്യൂൾ ആൻഡ് ദ ഓവറി വാൾ ഓർ പ്ലാസൻറ്റ. പ്ലാസൻറ്റേനെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഓവ്യൂളിനെയും കണക്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഭാഗത്തിന് വിളിക്കുന്നതാണ് ഫ്യൂണിക്കിൾ. ഇത് അനിമൽസിലാണെങ്കിൽ ആ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് അംബ്ലിക്കൽ കോഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ സുവോളജി ക്ലാസ്സുകളിൽ. അംബ്ലിക്കൽ കോഡ്, ആ അംബ്ലിക്കൽ കോഡ് അതേ ഫംഗ്ഷനാണ് ഈ ഫ്യൂണിക്കിൾ ചെയ്യുന്നത്. സ്റ്റോക്ക് ലേക്ക് സ്ട്രക്ചർ which join between ovule and the placenta. And just below the funicle there is another structure junction. Just below the funicle there is another junction which connects the ovule and funicle. That junction region is called hilum. These are the whole structure of the mature ovule. Mature ovule whole structure ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പരിശോധിക്കാൻ പോകുന്നത്, നമുക്കറിയാം നമ്മൾ പറഞ്ഞു ഓവറിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഓവറിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓവ്യൂളാണെന്ന് പറഞ്ഞു. ഓവ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ഫ്യൂണിക്കളല്ല, ഹൈലമല്ല, ഇൻറ്റഗ്യുമെൻ്റ് അല്ല, ന്യൂസില്ലസ് അല്ല, എംബ്രിയോസാക്കാണ്. അത് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആണ്, എംബ്രിയോസാക്കാണ് നമ്മൾ ഇനി അടുത്ത് പരിശോധിക്കാൻ പോകുന്നത്. എംബ്രിയോസാക്കിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇനി അടുത്ത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, എംബ്രിയോസാക്കിൽ നടക്കുന്ന പ്രവർത്തനം എന്താക്കിയാലും അത് പഠിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എംബ്രിയോസാക്കിൽ നമ്മൾ വലുതാക്കി പുറത്തേക്ക് വലുതാക്കി വരയ്ക്കാൻ പോകുന്നു. എംബ്രിയോസാക്കിൽ എന്ത് നടക്കുന്നു പരിശോധിക്കാൻ വേണ്ടി. എംബ്രിയോസാക്കിലേക്ക് വന്നു. എംബ്രിയോസാക്കിൻ്റെ പടമാണ് അടുത്ത് വരയ്ക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് നോക്കുക. എംബ്രിയോസാക്കിൻ്റെ ചുറ്റുമുള്ള ന്യൂസില്ലസ് ആണ് ഞാൻ ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. എംബ്രിയോസാക്കിൻ്റെ ചുറ്റുമുള്ള ന്യൂസില്ലസ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസില്ലസ്. അപ്പോൾ എംബ്രിയോസാക്കിലാണ് എന്ത് കാണുന്നത്? എഗ്ഗ് കാണുന്നത്, അഥവാ മെഗാസ്പോർ കാണുന്നത്. ആ മെഗാസ്പോറിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എംബ്രിയോസാക്കിൻ്റെ പഠനം പൂർത്തിയാവുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഇപ്പോൾ യങ്ങായിട്ടുള്ള ഒരു എംബ്രിയോസാക്കിൻ്റെ പടമാണ് ഞാൻ വരച്ചത്. യങ്ങായിട്ടുള്ള എംബ്രിയോസാക്കിൻ്റെ പടമാണ് വരച്ചിട്ടുള്ളത്. എംബ്രിയോസാക്കിൻ്റെ പടം. ഇവിടെ എന്ത് സംഭവിക്കും നമുക്ക് പരിശോധിക്കാം. എങ്ങനെയാണ് ഇതിൽ നിന്ന് മെഗാസ്പോർ ഉണ്ടാകുന്നത്, ഫീമെയിൽ ഗാമിറ്റായിട്ടുള്ള എഗ്ഗ് എങ്ങനെയാണ് ഫോം ചെയ്യണത് എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. യെസ്, എംബ്രിയോസാക്ക് എന്ന് പറയുന്ന ഈ സ്ട്രക്ചർ വലുതാക്കി പുറത്തേക്ക് എടുത്ത് വരച്ചു. ഇനി എന്തൊക്കെയാണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം. എന്താണ് എംബ്രിയോസാക്കിൻ്റെ അറ എന്ന് പറയുന്ന പർട്ടിക്കുലർ സ്ട്രക്ചർ? ഇതിനെ കവർ ചെയ്തുകൊണ്ട് എന്ത് കാണും നമ്മൾ പറഞ്ഞ്? ന്യൂസിലസ് കാണുന്നുണ്ട്. ഈ ന്യൂസിലസിൻ്റെ ഫംഗ്ഷൻ എന്താ? പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ഫുഡ് ടു ദി ഗ്രോവിങ് എംബ്രിയോസാക്ക്. എംബ്രിയോസാക്കിന് ആവശ്യമായ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുകയാണ് ഇതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ വരച്ചിട്ടുള്ളത് തിരിച്ചാണ് വരച്ചിട്ടുള്ളത്. ഈ ഭാഗം അടിഭാഗത്ത് വരുന്ന രീതിയിലാണ് വരച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഭാഗം മൈക്രോപൈലർ റീജിയൻ അടിഭാഗത്ത് വരുന്ന രീതിയിലാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇനീഷ്യൽ സ്റ്റേജ് എംബ്രിയോസാക്ക് ഇങ്ങനെയാണ് കാണുക. അടുത്ത സ്റ്റെപ്പിൽ സംഭവിക്കുന്നു, ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റെപ്പിൽ സംഭവിക്കുന്നു ഈ സ്ട്രക്ചറാണ് ന്യൂസിലസ് എന്ന് പറയുന്നത്. ഇതാണ് ന്യൂസിലസ് എന്ന് പറയുന്ന സ്ട്രക്ചർ. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് ന്യൂസിലസ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇനി അടുത്ത സ്റ്റെപ്പിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് ന്യൂസിലസ് ഫോർമേഷൻ നടക്കും. വീണ്ടും ന്യൂസിലസ് കാണിക്കുന്നു. ന്യൂസിലസ് ഫുള്ളി ഗ്രോ ചെയ്യുന്നു. ദെൻ ഈ പറയുന്ന എന്ത് നടക്കുന്നു? ഓക്കെ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇതാണ് ന്യൂസിലസും എംബ്രിയോസാക്കിൻ്റെ സ്ട്രക്ചർ. എംബ്രിയോസാക്കിന് ചുറ്റും പറഞ്ഞുകൊണ്ട് ന്യൂസിലസ് എന്ന് പറഞ്ഞു. വൺ ഓഫ് ദ സെൽ ഓഫ് ദ ന്യൂസിലസ്, ഇതാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. വൺ ഓഫ് ദി സെൽ ഓഫ് ദ ന്യൂസിലസ്, എംബ്രിയോസാക്കിനെ ചുറ്റുവളഞ്ഞ് നിൽക്കുന്ന ന്യൂസിലസിലെ ഒരു സെല്ല്, ഒരു കോശം became prominent and it contains enormous amount of cytoplasm, and that particular cell is present in the micropylar region. ആ റീജിയൻ ചരാസർ റീജിയൻ്റെ ഓപ്പോസിറ്റുള്ള മൈക്രോപൈലർ റീജിയനിലാണ് എന്ത് കാണുന്നത്? ഈ പർട്ടിക്കുലർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ല് കാണുന്നത്. ഈ സെല്ല് ഫോം ചെയ്തുകൊണ്ട് ന്യൂസിലസ് എന്ന് പറയുന്ന നോർമൽ സെല്ലിലെ ഒരു സെല്ല്, മൈക്രോപൈലർ റീജിയനിൽ കാണുന്ന ഒരു സെല്ല് എന്തായി മാറുന്നു? മെഗാസ്പോർ മദർ സെല്ലായി മാറുന്നു. വാട്ട് ഈസ് മീൻ ബൈ മെഗാസ്പോർ മദർ സെൽ? MMC, മെഗാസ്പോർ മദർ സെല്ലായി മാറുന്നു. അല്ലെങ്കിൽ മെഗാസ്പോർ മദർ സെല്ലായി മാറുന്നു, അല്ലെങ്കിൽ അതെന്തായി മാറുന്നു? മിയോസൈറ്റിക് സെല്ലായി മാറുന്നു. സോ വാട്ട് ഈസ് മീൻ ബൈ മിയോസൈറ്റിക് സെൽ? ഇറ്റ് ഈസ് 2N കണ്ടീഷൻ. മെഗാസ്പോർ മദർ സെല്ലോ അല്ലെങ്കിൽ മിയോസൈറ്റിക് സെല്ലായി മാറുന്നു. ആ സെല്ലായി മാറുന്ന രീതിയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് 2N കണ്ടീഷനുള്ള സെല്ലാണ്. ഇതെന്തായി മാറുന്നു? മെഗാസ്പോർ മദർ സെല്ലായി മാറുന്നു. ഈ മെഗാസ്പോർ മദർ സെല്ല് വളർന്ന് വലുതായി ഇതിനുള്ള നിറയെ സൈറ്റോപ്ലാസം, ന്യൂമറസ് എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം കാണുന്നു. ഇത് വളർന്ന് ഫുള്ളി എന്താ പറയുക, ഈ സൈറ്റോപ്ലാസം ഈ പറയുന്ന എംബ്രിയോസാക്ക് ഫുള്ള് ഈ പറയുന്ന സ്ട്രക്ചർ എന്ന് അറിയുന്നു. ഈ മെഗാസ്പോർ മദർ സെല്ല് ഫുള്ള് ഇത് വളർന്ന് വലുതാവുന്നു. എംബ്രിയോസാക്കിൻ്റെ ഉള്ളിൽ വളർന്ന് വലുതാവുന്നു, വലിയ സെല്ലായി മാറുന്നു. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇതിൽ വിളിക്കുന്ന പേരാണ് മെഗാസ്പോർ മദർ സെൽ. ഈ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് അഥവാ മിയോസൈറ്റിക്
സെല്ലിൽ നിന്ന് എന്തുണ്ടാവണം? ഈ പറയുന്ന മെഗാസ്പോർസ് അല്ലെങ്കിൽ എഗ് ഫോം ചെയ്യേണ്ടതുണ്ട്. 2n കണ്ടീഷനിലെ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് എഗ് ഫോം ചെയ്യുകയാണെങ്കിൽ എഗ് എപ്പോഴും എന്തായിരിക്കും? എന്ത് കണ്ടീഷൻ ആയിരിക്കും? n കണ്ടീഷൻ ആയിരിക്കും. n കണ്ടീഷനിലെ എഗ് ഫോം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ദീസ് മെഗാസ്പോർ മദർ സെൽ ഡിവൈഡഡ് ഇൻടു undergoes meiotic division or otherwise it is called reduction division. meiotic division നടക്കുന്നു, അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്ന് എന്തുണ്ടാവുന്നു? 4 പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു. 4 പുത്രികാ കോശങ്ങൾ. These 4 daughter cells function as a megaspore. ഇത് 4ഉം മെഗാസ്പോർ സെല്ലായി മാറുന്നു. n കണ്ടീഷനിലെ മെഗാസ്പോർ സെല്ലായി മാറുന്നു. ആൻഡ് ഇത്രയാണ് ഇനീഷ്യൽ സ്റ്റെപ്പിൽ നടക്കുന്നത്. അതേപോലെ തന്നെ വരച്ചെടുക്കണം. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതാണ് എംബ്രിയോസാക്കിന്റെ മൈക്രോപൈലർ റീജിയനിലുള്ള വൺ ഓഫ് ദ ന്യൂസിലർ സെൽ ബിക്കെയിം സ്പെഷ്യലൈസ്ഡ് ആൻഡ് കൺവേർട്ടഡ് ഇൻടു എ മെഗാസ്പോർ മദർ സെൽ ആൻഡ് ഇറ്റ് ഈസ് 2n കണ്ടീഷൻ. ദീസ് മെഗാസ്പോർ മദർ സെൽ ഫുള്ളി മെച്യൂർ ആൻഡ് ഇറ്റ് അണ്ടർഗോസ് റിഡക്ഷൻ ഡിവിഷൻ ഓർ അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് meiotic division and form 4 megaspores in n condition. haploid condition ആയിട്ടുള്ള മെഗാസ്പോർസ് ഫോം ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ഈ ഓർഡറിൽ തന്നെ വരച്ചു പോകാൻ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യം വരില്ല. ഈ ഓർഡർ തന്നെ വരച്ചു പോകാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ നടക്കുന്നത് ഞാൻ അവിടെ ബാക്കിയാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ 4 മെഗാസ്പോർ ഫോം ചെയ്ത് ഈ 4 മെഗാസ്പോർ എംബ്രിയോ സാക്കിൽ ഈ 4 ഫോം ചെയ്തു. 4 മെഗാസ്പോറുകൾ ഫോം ചെയ്തു. ഇതിൽ 4 മൈക്രോപൈലർ റീജിയനിലുള്ള ഒരു മെഗാസ്പോർ ഒഴിച്ച് ബാക്കിയെല്ലാം ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. ഇങ്ങനെയാണ് ആ സ്ട്രക്ചർ കാണാം. അതായത് ഈ പറയുന്ന ഇത് മാത്രം മെഗാസ്പോറായി മാറുകയും ബാക്കിയെല്ലാം ഇങ്ങനെ ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. ഒരെണ്ണം മാത്രം റീറ്റെയിൻ ചെയ്യുന്നു. ഒരു n കണ്ടീഷനിലുള്ള ഒരു മെഗാസ്പോർ മാത്രം അവിടെ റീറ്റെയിൻ ചെയ്യുന്നു. Such type of growth of megaspore is called monosporic condition. ഒരെണ്ണം മാത്രം monosporic condition എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത്രയാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ. സെക്കൻഡ് സ്റ്റെപ്പിൽ നടക്കുന്നത് അങ്ങനെ മെഗാസ്പോർ എഗിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള മെഗാസ്പോർ ഫോർമേഷൻ നടന്നു. ഇതുവരെ വരയ്ക്കുക. അതിനുശേഷം വരുന്നതാണ് പരിചയപ്പെടുത്താണ് നിങ്ങളെ. അതിനുശേഷം വരുന്നതാണ് ഈ മെഗാസ്പോർ എവിടെയുണ്ട്? നമ്മുടെ എംബ്രിയോ സാക്കിൽ മെഗാസ്പോർ ഉണ്ട്. ഇവിടെ എംബ്രിയോ സാക്കിൽ ഇവിടെ ഈ മെഗാസ്പോർ ഉണ്ട്. അങ്ങനെ ഈ മെഗാസ്പോർ ഞാൻ പറഞ്ഞു n കണ്ടീഷനിലുള്ള മെഗാസ്പോർ ആണ്. ഓക്കെ, ഈ മെഗാസ്പോറിന് ഇനി എന്ത് സംഭവിക്കും നമ്മൾ പരിശോധിക്കാൻ പോവാണ്. അടുത്ത സ്റ്റെപ്പിൽ ദീസ് മെഗാസ്പോർ എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലുള്ള ഈ മെഗാസ്പോർ അണ്ടർഗോസ് ഡിവിഷൻ and form 2 nucleus without cell wall formation. അതായത് this undergoes division and 2 nucleate condition. 2 nucleate condition. That means this megaspore mother cell alla, megaspore cell undergoes mitotic division. Mitosis നടക്കുന്നു. ഓൾറെഡി എന്താണ്? ഹാപ്ലോയിഡ് ആണ്. മൈറ്റോസിസ് നടക്കുന്നു. ആ മൈറ്റോസിസ് നടന്നതിന് ശേഷം എന്തുണ്ടാവുന്നു? 2 ന്യൂക്ലിയസ് ഉണ്ടാവുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും മൈറ്റോസിസ് നടന്നു കഴിഞ്ഞാൽ എന്താണ് നടക്കുന്നത്? 2 സെല്ലല്ലേ സാറേ ഉണ്ടാവേണ്ടതെന്ന് ചോദിക്കും. സെല്ലാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ എന്താണ്? ലാസ്റ്റ് ഫേസ് ആയ സൈറ്റോകൈനസിസ് നടക്കുന്നില്ല. ഫ്രീ ന്യൂക്ലിയർ ആയിട്ടുള്ള ഡിവിഷൻ നടക്കുന്നത്. ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 2 ന്യൂക്ലിയസ് മാത്രമേ ഇനീഷ്യൽ സ്റ്റേജിൽ ഫോം ചെയ്യുള്ളൂ. അങ്ങനെ ഇതിൽ നിന്ന് 2 ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. Then once again undergoes one more division, that is called 2 into formation of 4 nucleus without cell wall formation. അങ്ങനെ 4 ന്യൂക്ലിയസ് ഉണ്ടാവുന്നു without cell wall formation. So that condition is called 4 nucleate condition. ഓക്കെ, ഇപ്പോൾ 4 ന്യൂക്ലിയസ് ഉണ്ടായി വിത്തൗട്ട് സെൽ വാൾ ഫോർമേഷൻ. സൈറ്റോകൈനസിസ് എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് പോവാണ്. അത്രയേ ഉള്ളൂ വലിയ വ്യത്യാസം. ഓക്കെ, അങ്ങനെ 4 nucleus ഉണ്ടാവുന്നു. These 4 nucleus further undergoes meiosis and form 8 nucleus. 8 nuclear structure ഉണ്ടാവുന്നു. 8 nucleate condition ഉണ്ടാവുന്നു. 8 nucleus ഉണ്ടാവുന്നു. ഇത്രയാണ് ഡിവിഷൻ. അങ്ങനെ അപ്പോൾ എത്ര ഡിവിഷൻ നടക്കുന്നു? ഒരു ഡിവിഷൻ അതായത് ഒരു ഡിവിഷൻ ഇവിടെ നടന്നു. ഒരു ഡിവിഷൻ നടന്നു. അണ്ടർഗോസ് 1 ഡിവിഷൻ, അണ്ടർഗോസ് 2 ഡിവിഷൻ, അണ്ടർഗോസ് 3 ഡിവിഷൻ. 3 ഡിവിഷൻ നടന്നു. ഈ 3 ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നടക്കുന്നത് ഞാൻ പരിചയപ്പെടുത്തി തരാം. അടുത്ത സ്റ്റെപ്പിൽ
അടുത്ത സ്റ്റെപ്പിൽ ഈ എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഈ പറയുന്ന 8 ന്യൂക്ലിയസ് ഉണ്ട്. 8 ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് ദീസ് 3 ഡിവിഷൻ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻസ്, not cell wall, no cell wall formation in between these divisions. After the completion of 8 nucleate condition, after completion of division only, there starts formation of cell cytokinesis സംഭവിക്കുന്നത്. അതായത് 8 ന്യൂക്ലിയസിൽ എത്തിയ ശേഷം മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ? ഈ പറയുന്ന സെൽ വാൾ ഫോർമേഷൻ നടക്കുകയുള്ളൂ. ആ സെൽ വാൾ ഫോർമേഷനാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. അതിൽ ഫസ്റ്റ് ചെയ്ത ആദ്യത്തെ മൂന്നെണ്ണം ഇവിടെയുള്ള ഈ പറയുന്ന മൈക്രോപൈലാർ റീജിയനിലുള്ള 3 സെൽസുകൾ മൈക്രോപൈലാർ റീജിയനിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു? ഒരു പ്രത്യേക രീതിയിലുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോളൂ. ഇത് ആദ്യത്തെ ഒരെണ്ണം എന്താണ്? എഗ്ഗായി മാറുന്നു. അടുത്തത് ഇപ്പുറത്തെ എന്തായി മാറുന്നു? സൈനർജിഡ്സ് എന്ന് പറയുന്ന സ്ട്രക്ചറായി മാറുന്നു. സൈനർജിഡ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള സ്ട്രക്ചർ കാണുന്നു. നമുക്ക് പരിചയപ്പെടുത്താം. ഓക്കെ. അപ്പോൾ ഇതിൽ കാണുന്ന ആദ്യത്തെ മൈക്രോപൈലർ റീജിയനിലെ ഈ 3 സെൽസ് മൈക്രോപൈലർ എൻഡിൽ വന്ന് അവിടെ സെൽ വാൾ ഫോർമേഷൻ അടുത്ത് അത് 3 സെല്ലായി മാറുന്നു. ഈച്ച് സെൽ is called, this is called egg, these 2 are called synergids എന്ന പേരിൽ അറിയപ്പെടുന്നു. ആൻഡ് ദിസ് finger like projection is called filiform apparatus എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സൈനർജിഡ്സിനെയും ഈ പറയുന്ന സൈനർജിഡ്സിനെയും എഗ്ഗിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് സൈനർജിഡ്സിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വിളിക്കുന്ന പേരാണ് എഗ് അപ്പാരറ്റസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എഗ്ഗും എഗ്ഗിൻ്റെ ഉപകരണങ്ങളും അർത്ഥത്തിൽ എഗ് അപ്പാരറ്റസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ആദ്യത്തെ 3 എന്ത് സംഭവിച്ചു നമുക്ക് പരിശോധിച്ചു. ആദ്യത്തെ 3 ഇനി അടുത്ത ഏറ്റവും ടോപ്പിലുള്ള ചെലാസൽ റീജിയനിലുള്ള 3 എന്ത് സംഭവിക്കും? ഇവിടെ ചെലാസൽ റീജിയൻ ഏറ്റവും എൻഡിൽ വന്നിട്ട് ജോയിൻ ചെയ്ത് അതിൽ പ്രത്യേക 3 സ്ട്രക്ചറായി മാറുന്നു. These three are called ഇതിനെ 3 ചേർത്ത് വിളിക്കുന്ന പേരാണ് ആൻറ്റിപോഡൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റിപോഡൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റിപോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ബാക്കി അപ്പോൾ 6 സെൽ വാൾ ഫോർമേഷൻ നടന്നു. ബാക്കി രണ്ടെണ്ണം ഉണ്ട്. ഈ 2 സെൻട്രൽ സെൽ അഥവാ പോളാർ സെൽസിൽ സെൻട്രൽ സെല്ല് ന്യൂക്ലിയസ് 2 ന്യൂക്ലിയസ് ബാക്കിയുണ്ട്. ഈ ന്യൂക്ലിയസ് 2ഉം ചേർത്തുകൊണ്ട് ഒരു സെൽ വാൾ ഫോർമേഷൻ നടക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് പോളാർ ന്യൂക്ലിയേ അഥവാ അല്ലെങ്കിൽ ഈ പറയുന്ന പോളാർ ന്യൂക്ലിയർ അഥവാ സെൻട്രൽ സെൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഈ പറയുന്ന 8 ന്യൂക്ലിയസ് ആയിട്ടുള്ള സ്ട്രക്ചർ ഇങ്ങനെയായി മാറുന്നു. ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. This is the typical matured embryo sac, and formation is take place starting from 3 continuous division without cell wall formation. After cell wall formation ആ പറയുന്ന മൈക്രോപൈലാർ റീജിയൻ്റെ അറ്റത്ത് 3 വന്നിട്ട് പോസ്റ്റ് ചെയ്യുന്നു. 3 ചെലാസൽ റീജിയൻ്റെ അറ്റത്ത് വന്നിട്ട് പോസ്റ്റ് ചെയ്യുന്നു. 2 ന്യൂക്ലിയസ് എവിടെ വന്നിട്ട് സെൻട്രൽ റീജിയനിൽ വന്നിട്ട് പോസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ പറയുന്ന മൈക്രോപൈലാർ റീജിയനിൽ 3 സെൽ വാൾ ഫോർമേഷൻ നടക്കുന്നു. 3 സെപ്പറേറ്റ് സെൽ വാൾ ഫോർമേഷൻ നടക്കുന്നു. ആൻറ്റിപോഡൽ റീജിയനിൽ 3 സെപ്പറേറ്റ് സെൽ വാൾ ഫോർമേഷൻ നടക്കുന്നു. പക്ഷേ സെൻട്രലിൽ ഫോം ചെയ്ത 2 ന്യൂക്ലിയസും കൂടി ചേർന്നുകൊണ്ട് ഒരു സെൽ വാൾ ഫോർമേഷൻ നടക്കുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഒരു ബൈന്യൂക്ലിയേറ്റ് കണ്ടീഷനായിട്ടാണ് കാണുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ എണ്ണാണെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുക. 7 സെൽഡ് കണ്ടീഷൻ. എത്ര സെല്ലുണ്ട് എന്ന് എണ്ണിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 ഉണ്ടാവില്ല. കാരണം എന്താണ്? 2 ന്യൂക്ലിയസ് കൂടി ചേർന്ന് ഒരു സെല്ലേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണ്? 7 സെൽഡ് കണ്ടീഷൻ. എന്താണ്? എന്തുകൊണ്ട് 7 സെൽഡ് എന്ന് മനസ്സിലാക്കി ചോദിക്കുന്നു. കാരണം ന്യൂക്ലിയസ് 8 ഉണ്ട്, പക്ഷേ 7 സെൽഡ് കണ്ടീഷനാണ്. സെല്ല് എത്രയുള്ളൂ? 7 ഉള്ളൂ. 7 സെൽഡ് കണ്ടീഷൻ ഓർ അതർവൈസ് ഈസ് കോൾഡ് 8 ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ് 8 ന്യൂക്ലിയേറ്റ് കണ്ടീഷനും 7 സെല്ല് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ? 7 സെൽ എന്ന് പറഞ്ഞാൽ 7 സെല്ല് കാണുന്നുള്ളൂ, പക്ഷേ 8 ന്യൂക്ലിയസ് ഉണ്ടാവും. കാരണം സെൻട്രൽ സെല്ല് 2 ന്യൂക്ലിയസ് കൂടി ചേർന്ന് ഒരു സെല്ലാണ്. അതുകൊണ്ട് 7 സെല്ല് വരാൻ കാരണം. ഇനി ഇത് ശ്രദ്ധിക്കുക. ഇത്രയാണ് മെച്യൂർ ആയിട്ടുള്ള എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ. ഇത് ഫോം ചെയ്യുന്ന വിധം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. ഇനി ഇതിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഏറ്റവും ലോവർ സൈഡിൽ മൈക്രോപൈലാർ റീജിയനിൽ കാണുന്ന സ്ട്രക്ചറാണ് ആദ്യം പരിചയപ്പെടുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ പൊസിഷനിലിരിക്കുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എഗ്. ദാറ്റ് ഈസ് ഫീമെയിൽ ഗാമിറ്റ്. ആക്ച്വൽ ആയിട്ടുള്ള നെയിമാണ് ഫീമെയിൽ ഗാമിറ്റ് എന്ന് പറയുന്നത്. അത് എൻ കണ്ടീഷനാണ്. ഇതിലുള്ള എല്ലാ സ്ട്രക്ചറും എൻ കണ്ടീഷനാണ്. ഇതൊഴിച്ച് എൻ കണ്ടീഷനാണ്.
ഓക്കെ, അപ്പോൾ ഇത് എഗ്ഗ് കണ്ടു. എഗ്ഗ് കാണുന്നത് മൈക്രോപെല്ലർ റീജിയൻ ആണ്. ബോത്ത് സൈഡ്സ് ഓഫ് ദി എഗ്ഗ് ദർ ഇസ് എ 2 cells. ദാറ്റ് സെൽസ് ആർ കോൾഡ് സൈനർജിഡ്സ് എന്ന പേരിൽ അറിയപ്പെടുക. അതിന് വിളിക്കുന്ന പേരാണ് സൈനർജിഡ്സ് എന്ന പേരിൽ അറിയപ്പെടുക. ഇത് രണ്ടും എഗ്ഗും 2 സൈനർജിഡ്സും കൂടി ചേർന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ്, മൊത്തം കൂടി ചേർന്ന് ഈ ഭാഗം വിളിക്കുന്ന പേരാണ് എഗ് അപ്പാരറ്റസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി സൈനർജിഡ്സ് എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? നമുക്കറിയാം, എഗ്ഗിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം. ഇതിലാണ് സെക്ഷൽ ഫ്യൂഷൻ എടുക്കുക, അതാണ് പിന്നീട് എംബ്രിയോ ആയി മാറുന്നത്. അപ്പോൾ 2 സൈഡിലുള്ള സൈനർജിഡ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? സൈനർജിഡ്സിന്റെ ഉള്ളിൽ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണുന്നുണ്ട്, ഇങ്ങനെ ഫിംഗർ പോലത്തെ പ്രൊജക്ഷൻസ് കാണുന്നുണ്ട്. ആ പ്രൊജക്ഷനെ വിളിക്കുന്ന പേരാണ് ഫിലിഫോം അപ്പാരറ്റസ് എന്നാണ് വിളിക്കുക. This filiform apparatus directs the pollen grains towards the egg. pollen grains-നെ ഈ പറഞ്ഞ എംബ്രിയോ സാക്കിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നത് ഈ സൈനർജിഡ്സിനുള്ളിൽ കാണുന്ന ഈ ഫിലിഫോം അപ്പാരറ്റസ് ആണ്. അതാണ് ഫിലിഫോം അപ്പാരറ്റസിനും സൈനർജിഡ്സിൻ്റെ ഇമ്പോർട്ടൻസ്. സൈനർജിഡ്സ് എന്ത് ചെയ്യുന്നു പറഞ്ഞ്, അതായത് ഈ പറയുന്ന പൊള്ളൻ ട്യൂബിനെ ഏതിലേക്ക്, എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യിച്ച് എഗ്ഗിലേക്ക് ഫ്യൂസ് ചെയ്യാൻ വേണ്ടി എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഡയറക്ഷൻ കൊടുക്കുന്നത് ഈ പറയുന്ന സൈനർജിഡ്സ് ആണ്. ബോത്ത് സൈഡിൽ കാണുന്ന എഗ്ഗിൻ്റെ 2 സൈഡിൽ കാണുന്ന സൈനർജിഡ്സ് ആണ്. സൈനർജിഡ്സിനുള്ളിൽ കാണുന്ന ഫിലിഫോം അപ്പാരറ്റസിന് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ വിളിക്കുന്ന പേരാണ് ഫിലിഫോം അപ്പാരറ്റസ്. ജസ്റ്റ് ഓപ്പോസിറ്റ് മൈക്രോപെല്ലർ റീജിയൻ ദർ ഇസ് അനദർ റീജിയൻ ദറ്റ് ഈസ് കോൾഡ് ചലാസൽ റീജിയൻ. ചലാസൽ റീജിയൻ്റെ സൈഡിൽ 3 സെല്ല് കാണുന്നുണ്ട്, 3 സെൽ വാളുള്ള സെല്ലുകൾ കാണുന്നുണ്ട്. ആ സെല്ലിൻ്റെ പ്രത്യേകത, ആ സെല്ല് വിളിക്കുന്ന പേരാണ് ആൻറ്റിപോഡൽസ് എന്ന പേരിൽ വിളിക്കുക. ഓപ്പോസിറ്റ് കാണുന്നുണ്ട് ആൻറ്റിപോഡൽ എന്ന പേര് അറിയപ്പെടുന്നു. പിന്നീട് ഇതിൻ്റെ സെൻട്രൽ പൊസിഷനിൽ 2 ന്യൂക്ലിയസ് കൂടി ചേർന്ന് സെൽ ഫോർമേഷൻ നടന്നിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പോളാർ ന്യൂക്ലിയർ അല്ലെങ്കിൽ സെൻട്രൽ സെൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് എന്തുകൊണ്ട് 7 സെൽ എന്ന് വിളിക്കുന്നു, എന്തുകൊണ്ട് 8 ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നു? 8 ന്യൂക്ലിയസ് കാണാം, പക്ഷെ നിങ്ങൾക്ക് ഇത്ര 7 സെല്ലേ കാണുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ കാണുന്നത്. അപ്പോൾ എംബ്രിയോ സാക്ക് റെഡിയായി, എംബ്രിയോ സാക്കിനുള്ള എഗ്ഗ് റെഡിയായി, മുമ്പ് പറഞ്ഞിട്ടുള്ള പൊള്ളൻ ഗ്രെയിൻസിനുള്ള മെയിൽ ഗാമിറ്റും റെഡിയായി. ദാറ്റ് മീൻസ് എന്താ പറയുക, മൈക്രോസ്പോറോജെനിസിസ് കഴിഞ്ഞു, മെഗാസ്പോറോജെനിസിസ് കഴിഞ്ഞു. എന്താണ് മെഗാസ്പോറോജെനിസിസ് എന്ന് പറഞ്ഞാൽ? ഫോർമേഷൻ ഓഫ് മെഗാസ്പോർസ് ഫ്രം ദ megaspore mother cell. Formation of megaspores from the megaspore mother cell. MMC-യിൽ നിന്ന് അഥവാ മിയോസൈറ്റിക് സെല്ലിൽ നിന്ന് എന്തുണ്ടെന്നോ മെഗാസ്പോർ ഉണ്ടായി. അതിനെ വിളിക്കുന്ന പേരാണ് മെഗാസ്പോറോജെനിസിസ് എന്ന പേര് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗാമിറ്റ് ഫോർമേഷൻ അഥവാ ഗാമിറ്റോജെനിസിസ് എന്ന് പറയുന്ന പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഗാമിറ്റുകൾ ഒരു സ്ഥലത്തേക്ക് എത്തണം, അല്ലെ, സെക്ഷൽ ഫ്യൂഷൻ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തണം. അതിനെ വിളിക്കുന്ന പേര് ട്രാൻസ്ഫർ ഓഫ് ഗാമിറ്റ്. ആ ട്രാൻസ്ഫർ ഓഫ് ഗാമിറ്റ് ആണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു.